ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് യൂസിങ് അറേ. ഒരു സ്റ്റാക്കിനെ അറേ വെച്ചിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ സി പ്രോഗ്രാമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാക്ക് എന്താണെന്നുള്ളതും അതിൻ്റെ പുഷ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നും പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നും അറേ വെച്ചിട്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സി പ്രോഗ്രാം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണില്ല, നമ്മൾ നേരത്തെ അൽഗോരിതം കവർ ചെയ്തതുകൊണ്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോ കാണുക, ഇതിന് തൊട്ട് മുന്നേട്ട് വീഡിയോ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആ അൽഗോരിതംസ് കണ്ടതിന് ശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ള ഈ സി പ്രോഗ്രാം നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ 2 അൽഗോരിതംസ് പറഞ്ഞു, പുഷും പോപ്പും. ഇത് രണ്ടും ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമല്ലോ. ഇപ്പോൾ സിയിലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഏത് മോഡലിലാണ് എഴുതുക, ആ രീതിയിലായിരുന്നു നമ്മൾ അൽഗോരിതംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു അറയിൽ പുഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അറേ വേണം. അതിന് നമ്മൾ സ്റ്റാക്ക് എന്ന് പേര് കൊടുത്തു. അറയുടെ ടോപ്പ് എന്താണെന്ന് അറിയണം, അറയുടെ സൈസ് എന്താണെന്ന് അറിയണം, അത് നമ്മൾ മാക്സ് എന്നാണ് കൊടുത്തത്. അറയിലേക്ക് പുഷ് ചെയ്യേണ്ട ഐറ്റം വേണമെന്ന് പറഞ്ഞു. പോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാക്ക് നമുക്ക് കയ്യിൽ വേണം, സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്താണെന്ന് അറിയണം, എന്നാലേ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുഷിനെയും പോപ്പിനെയും ഇതേപോലെ നമ്മൾ അവിടെ എങ്ങനെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിന് അതേപോലെ എടുത്തിട്ട് സി പ്രോഗ്രാം ആക്കാം. അതായത് പുഷെന്നും പോപ്പെന്നുള്ള 2 യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എഴുതുക. അതിനുശേഷം മെയിൻ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് ഈ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെയല്ല പറയാൻ പോണത്. ഫംഗ്ഷൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു മെയിൻ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് കുറച്ച് എലമെൻസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണു, അതിനുശേഷം മുഴുവൻ എലമെൻസിനെയും പോപ്പ് ചെയ്യണു. അപ്പോൾ ഈ സിംപ്ലസ്റ്റ് പ്രോഗ്രാം ആദ്യം പറയാം, അതിനുശേഷം നമുക്കതിനെ ഫംഗ്ഷൻ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണ വേറൊരു പ്രോഗ്രാം എഴുതാം. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാനിടാം. ഇപ്പം മെയിൻ ഫംഗ്ഷൻ മാത്രം വെച്ചുകൊണ്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് മെയിനകത്ത് ആദ്യം വേണ്ടത് നമ്മുടെ സ്റ്റാക്കാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു അറേ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റാക്കിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ സ്റ്റാക്കിൻ്റെ സൈസ് ഞാൻ മാക്സ് എന്ന് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റാക്കിന് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈസ് കൊടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ മാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു സിംബോളിക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. സിംബോളിക് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോഗ്രാമിൻ്റെ ആദ്യത്തിൽ അതായത് ഹാഷ് ഇൻക്ലൂഡിനൊക്കെ ശേഷം നമ്മൾ ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യില്ല, അതൊക്കെയാണ് നമ്മുടെ സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കിവിടെ സ്റ്റാക്ക് ഓഫ് മാക്സ് എന്ന് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മാക്സ് എന്ന് പറഞ്ഞൊരു സിംബോളിക് കോൺസ്റ്റൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ മുകളിൽ ഹാഷ് ഇൻക്ലൂഡിനൊക്കെ ശേഷം ഹാഷ് ഡിഫൈൻ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ 100 എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റാക്ക് ഓഫ് മാക്സ് എന്നോട് ഡിക്ലെയർ ചെയ്യാം. ദിസ് ഇസ് ഈക്വലൻ ടു റൈറ്റിംഗ് സ്റ്റാക്ക് ഓഫ് 100. സ്റ്റാക്ക് ഓഫ് 100 എന്ന് ഞാനിങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുക, പകരം സ്റ്റാക്ക് ഓഫ് മാക്സ് എന്ന് കൊടുക്കുക. മാക്സിൻ്റെ വാല്യൂ ഞാൻ മുകളിൽ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഇനി എനിക്ക് 50 മതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 മാറ്റിയിട്ട് എനിക്ക് അവിടെ 50 എന്ന് എഴുതാം. ഇനി സ്റ്റാക്കിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, നമ്മൾ സ്റ്റാക്കിൽ എന്താണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നമുക്കവിടെ ഡേറ്റ ടൈപ്പ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻറ്റീജേഴ്സിനെയാണ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻറ്റെന്നോ ഫ്ലോട്ടെന്നോ ഡബിൾ എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻറ്റീജറിനെയാണ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റ് സ്റ്റാക്ക് ഓഫ് മാക്സ് എന്ന് ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് വേണ്ട, ഇപ്പം നമ്മൾ മാക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, സ്റ്റാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പ് വേണം. ടോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് എവിടെയാണ് ആ ഇൻഡെക്സാണ് ടോപ്പ്. അതായത് നമ്മുടെ അറയുടെ ഒരു ഇൻഡെക്സ് ആയിരിക്കും ടോപ്പ്. അതുകൊണ്ട് തന്നെ ടോപ്പിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ഇൻഡെക്സ് ഇൻറ്റിജറായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഇൻ്റെ സ്റ്റാക്ക് ഓഫ് മാക്സ് ഡിക്ലെയർ ചെയ്തു, കൂടെ എനിക്ക് ടോപ്പും ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആണ്. അപ്പോൾ അതിലെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോപ്പിനെ -1 എന്നാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് ഐറ്റമാണ്. ഐറ്റം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ n എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നം എന്ന് കൊടുക്കാം. എന്തെങ്കിലും ഒരു വേരിയബിൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ. അപ്പോൾ ഞാനിപ്പോൾ ഐറ്റത്തിന് പകരം ഞാനിവിടെ നം എന്ന് കൊടുക്കും. എന്ത് വേരിയബിൾ വേണമെങ്കിൽ കൊടുക്കട്ടെ, ഞാൻ ജസ്റ്റ് നം എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വേരിയബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാമിനകത്ത് ചെയ്യാൻ പോകുന്നത് കുറച്ച് വാല്യൂസ് റീഡ് ചെയ്തിട്ട് ഒരു വാല്യൂ റീഡ് ചെയ്യണോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക, അടുത്ത വാല്യൂ റീഡ് ചെയ്യുക, പുഷ് ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ആദ്യം റീഡ് ചെയ്യാം. n വാല്യൂസ് വേണമെങ്കിൽ n എന്താണെന്നുള്ളത് റീഡ് ചെയ്യുക. n എന്താണെന്ന് റീഡ് ചെയ്തതിന് ശേഷം n എലമെൻറ്റ്സിന് റീഡ് ചെയ്യാനായിട്ടൊരു ലൂപ്പ് എഴുതാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അങ്ങനെ n റീഡ് ചെയ്തിട്ടല്ല, അതിന് പകരം ഫസ്റ്റ് എലമെൻറ്റിനെ റീഡ് ചെയ്യണു. ഫസ്റ്റ് എലമെൻറ്റിനെ റീഡ് ചെയ്യുക, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് എലമെൻറ്റിനെ റീഡ് ചെയ്യുക, പുഷ് ചെയ്യുക. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് n-നെ റീഡ് ചെയ്യണില്ല, അതിന് പകരം ഫസ്റ്റ് എലമെൻറ്റിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എലമെൻറ്റ്സ് ഉണ്ടോ ചോദിക്കുക. ഉണ്ടെന്ന് യൂസർ പറയുകയാണെങ്കിൽ അടുത്ത എലമെൻറ്റിനെ റീഡ് ചെയ്യുക.
ഇനി എലമെൻറ്റ്സ് ഉണ്ടോ ചോദിക്കുക, ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അടുത്ത എലമെൻറ്റിനെ റീഡ് ചെയ്യുക. അങ്ങനെ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുകയാണ്, അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എലമെൻറ്റിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് യൂസറിനോട് ചോദിക്കാൻ പറ്റണം. യൂസറിനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യൂസറിന് യെസ് ഓർ നോ എന്ന് എൻ്റർ ചെയ്യാൻ പറ്റണം. അപ്പോൾ യൂസറിൻ്റെ അടുത്ത് വൈ അല്ലെങ്കിൽ എൻ എന്ന് എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ യൂസർ വൈ എന്നല്ലെങ്കിൽ എൻ എന്ന് എൻ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു വേരിയബിൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരക്ടർ വേരിയബിൾ CH എടുക്കുകയാണ്. അപ്പോൾ ഈ CH എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് വൈ എന്നാണ് യൂസർ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു എലമെൻറ്റിനെ എൻ്റർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ പുഷ് ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. എൻ എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇനി എലമെൻറ്റ്സിനെ പുഷ് ചെയ്യാനില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതിനെ ഇത്രയും പറഞ്ഞതിനെ ഒന്ന് പ്രോഗ്രാമായിട്ട് എഴുതി നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റിനായിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റിനായിട്ട് റീഡ് ചെയ്യണം, നമുക്ക് ലൂപ്പിനകത്താണ് എഴുതേണ്ടത് അല്ലേ. നമുക്ക് കുറേ എലമെൻറ്റ്സിനെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലൂപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം റീഡ് ചെയ്യാനായിട്ടുള്ള പ്രോംപ്റ്റ് മെസ്സേജ് കൊടുക്കുകയാണ്. എൻ്റർ എലമെൻറ്റ് ടു പുഷ് എന്നൊരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുത്തു. നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്ക് നമ്മുടെ വാല്യൂ റീഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ റീഡ് ചെയ്ത വാല്യൂവിനെ സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യണം. സ്റ്റാക്കിനകത്തേക്ക് പുഷ് ചെയ്യണതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റാക്ക് ഫുള്ളാണോ നോക്കണ്ടേ, ഓവർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാക്ക് ഫുള്ളാണോ നോക്കാൻ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുക, ടോപ്പ് ഈക്വൽ ടു മാക്സ് -1 ആണോ എന്ന് വെച്ചാൽ മാക്സ് ആണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അതിൻ്റെ സൈസ് ഓഫ് ദി അറേ 10 ആണെന്നുണ്ടെങ്കിൽ 10 - 1 9 ലാസ്റ്റ് എലമെൻറ്റ് ഇരിക്കുക. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു മാക്സ് -1 ആണോ നോക്കുക. ആണെങ്കിൽ സ്റ്റാക്ക് ഫുള്ളാണെന്ന് പ്രിൻറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ലൂപ്പിനകത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ലൂപ്പിനകത്തുനിന്ന് ബ്രേക്ക് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വന്നിട്ട് എന്താ വേണ്ടത്, ഇനി എലമെൻറ്റിനെ പുഷ് ചെയ്യണം. എലമെൻറ്റിനെ പുഷ് ചെയ്യാൻ ആദ്യം തന്നെ നമ്മൾ ടോപ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് എവിടെയാണോ അവിടേക്കാണ് പോയിൻ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പ് -1 ഇരിക്കുന്നുണ്ടാവുക. ടോപ്പിനെ 0 ആക്കിയിട്ട് സ്റ്റാക്ക് ഓഫ് ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത വാല്യൂ വെക്കേണ്ടത്. അപ്പോൾ കറൻറ്റ് ടോപ്പ് എന്താണോ അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു നമ്മളിപ്പോൾ റീഡ് ചെയ്ത് നം. ഇതിങ്ങനെ 2 സ്റ്റെപ്പായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ഇതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാക്ക് ഓഫ് ++ ടോപ്പ് ഈക്വൽ ടു നം എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ എന്താ സംഭവിക്കുക, ഇത് പ്രീ ഇൻക്രിമെൻ്റ് ആയതുകൊണ്ട് ആദ്യം ടോപ്പിന് ഇൻക്രിമെൻ്റ് ചെയ്യും, അതിനുശേഷം സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു നം എന്നുള്ള അസൈൻമെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഇങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മളൊരു വാല്യൂ റീഡ് ചെയ്തു, സ്റ്റാക്കിൽ വെച്ചു. ഇനി യൂസറിനോട് ചോദിക്കുകയാണ് മോർ എലമെൻറ്റ്സ് ടു പുഷ്. ഇനി എലമെൻറ്റ്സിനെ പുഷ് ചെയ്യാനുണ്ടോയെന്ന്. ഇനി എലമെൻറ്റ്സിനെ പുഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് യൂസറിന് അത് എൻ്റർ ചെയ്യാൻ പറ്റണം, യെസ് ഓർ നോ എന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ CH എന്ന് പറഞ്ഞ വേരിയബിളിനകത്തേക്കാണ് യൂസർ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് വെക്കാൻ പോണത്. യൂസറിൻ്റെ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഗെറ്റ് ക്യാർ കൊടുത്തു. അപ്പോൾ യൂസറിൻ്റെ വൈ അല്ലെങ്കിൽ എൻ ആക്സെപ്റ്റ് ചെയ്തു, CHൽ വെച്ചു. ഇനി യൂസർ എൻ്റർ ചെയ്തത് വൈ ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡു വൈൽ ലൂപ്പ് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഡു കൊടുക്കാം. ഡു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, അതിൻ്റെ എൻഡ് ഇവിടെയാണ് വരുന്നത്. യൂസർ ഒരു ക്യാരക്ടർ എൻ്റർ വൈ അല്ലെങ്കിൽ എൻ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ വൈ ആണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈൽ CH ഈക്വൽ ടു വൈ, ക്യാപിറ്റൽ വൈ ഓർ CH ഈക്വൽ ടു സ്മോൾ വൈ. ഇതിങ്ങനെ 2 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ക്യാപിറ്റൽ വൈ മാത്രം കൊടുക്കുകയാണെങ്കിൽ യൂസർ ക്യാപിറ്റൽ വൈ എൻ്റർ ചെയ്താൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ 2 കൊടുത്തു, ക്യാപിറ്റൽ വൈ അല്ലെങ്കിൽ സ്മോൾ വൈ യൂസറിന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ യൂസർ വൈ ആണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് വരിക, വീണ്ടും ഡൂവിൽ വരുന്നു. എൻ്റർ എലമെൻറ്റ് ടു പുഷ്, അടുത്ത എലമെൻറ്റിനെ റീഡ് ചെയ്യണു, സ്റ്റാക്ക് ഫുള്ളായോ നോക്കണു, ഇല്ലെങ്കിൽ സ്റ്റാക്കിനകത്തേക്ക് അതിനെ പുഷ് ചെയ്യണു. ഇനി എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെങ്കിൽ വൈ എന്ന് കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ n കൊടുക്കുന്നത്, n ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എഴുതിയ പ്രോഗ്രാം അനുസരിച്ച് വൈ അല്ലാതെ എന്ത് കൊടുത്താലും ലൂപ്പിന് പുറത്തേക്ക് വന്നു. ലൂപ്പിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിലെ മുഴുവൻ എലമെൻറ്റ്സിനെയും പോപ്പ് ചെയ്യാണ്. പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ പോപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ പോപ്പ് ചെയ്ത എലമെൻറ്റ് ഏതാണെന്നുള്ളത് നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. സ്റ്റാക്ക് ഓഫ് ടോപ്പിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണു, അതിനുശേഷം ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യണു. അങ്ങനെ മുഴുവൻ എലമെൻറ്റ്സിനെയും നമ്മളിങ്ങനെ പോപ്പ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാക്കിൻ്റെ ടോപ്പ് മുതൽ 0 വരെയുള്ള ഓരോ ഇൻഡെക്സിലെ എലമെൻറ്റിനെ പോപ്പ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടി ഞാൻ ലൂപ്പ് എഴുതുകയാണ്, ഫോർ ലൂപ്പാണ് എഴുതുന്നത്. ഫോറോ വൈലോ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ ഇവിടെ ടോപ്പിന് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ ലാസ്റ്റ് ഏത് എലമെൻറ്റാണ് ഇൻസേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡെക്സ് ആയിട്ടിരിക്കാവും ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പോർഷൻ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണ്,
ടോപ്പ് സപ്പോസ് ഇപ്പോൾ ഞാൻ 5 എലമെൻറ്റ്സിനെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഇപ്പോൾ 4 ആയിട്ടിരിക്കും. 4th എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക, 3rd എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക, പിന്നെ ഡിക്രിമെൻറ്റ് ചെയ്യുക, 2nd എലമെൻറ്റിനെ പോപ്പ് ചെയ്യുക. ഇങ്ങനെ ഡിക്രിമെൻറ്റ് ചെയ്ത് എവിടെ വരെ പോകണം? ടോപ്പ് 0 ആവുന്ന സമയത്ത് അതിനെയും ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക, ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇത് ടോപ്പ് -1 ആകുമ്പോൾ നിർത്തണം. അപ്പോൾ ടോപ്പ് >= 0 ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ടോപ്പ് >−1 ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. =1 ആകുമ്പോൾ നിർത്തണം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ടോപ്പ് >= 0 അല്ലെങ്കിൽ ടോപ്പ് >−1. ഇനി നമ്മുടെ ഡിക്രിമെൻ്റ് എന്താണ്? ടോപ്പ് --. ഇൻക്രിമെൻ്റ് അല്ല, നമ്മൾ ഡിക്രിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോണത് ജസ്റ്റ് ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്താണെന്നുള്ളതൊന്ന് ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം അതിനെ ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇപ്പോൾ 5 എലമെൻറ്റ്സ് ആണെങ്കിൽ സ്റ്റാക്ക് ഓഫ് 4നെ ഡിസ്പ്ലേ ചെയ്തു, അതിന് ശേഷം ടോപ്പ് 3 ആക്കി. ദെൻ സ്റ്റാക്ക് ഓഫ് 3നെ ഡിസ്പ്ലേ ചെയ്തു, ടോപ്പ് 2 ആക്കി. ഇങ്ങനെ പോയി എവിടെ വരെ പോകും? ടോപ്പ് =−1 ആവുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോപ്പ് ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് പോപ്പ് ചെയ്ത എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കാം, ഒരു പ്രിൻ്റ് എഫ് കൊടുക്കാം. പോപ്ഡ് എലമെൻറ്റ്സോ അല്ലെങ്കിൽ പോപ്ഡ് ഓർഡറിനോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്തിട്ട് നമുക്കിതിനെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതിയ അത്രയും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അഡീഷണൽ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു f/stdin കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഗെറ്റ് കാർ കൊടുത്തിട്ടുണ്ട്. ഈ ഗെറ്റ് കാറിൻ്റെ ഉദ്ദേശം y അല്ലെങ്കിൽ n ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗെറ്റ് കാർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം വരെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു നമ്പർ റീഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ റീഡ് ചെയ്തതിന് ശേഷം ഒരു എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ആ എൻ്റർ കീ കീബോർഡ് ബഫറിലിരിക്കാം. അപ്പോൾ അങ്ങനെ കീബോർഡ് ബഫറിൽ അതിരിക്കുകയാണെങ്കിൽ ഈ ഗെറ്റ് കാറിൻ്റെ ഇൻപുട്ടായിട്ട് എൻ്റർ ആണ് വരിക. അപ്പോൾ നമുക്ക് y എന്നോ n എന്നോ എൻ്റർ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടില്ല. അതിന് മുന്നേ തന്നെ ഈ ഗെറ്റ് കാർ നമ്മൾ നേരത്തെ കൊടുത്ത എൻ്റർ കീനെ ആക്സെപ്റ്റ് ചെയ്യും. എൻ്റർ കീനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് y എന്ന് പറഞ്ഞ ഇൻപുട്ടല്ല. y അല്ലാത്ത ഏത് ഇൻപുട്ടാണെങ്കിൽ നമ്മുടെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരൊറ്റ നമ്പറിനെ മാത്രമേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് കീബോർഡ് ബഫർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ f/ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തത്. അതിൻ്റെ ബ്രാക്കറ്റിൽ std എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്, അതായത് ഇവിടെ കീബോർഡാണ്. അപ്പോൾ ഇവിടെ f/ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ നമ്മൾ ഫ്ലഷ് ഓൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് f/ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാനൊരു പോപ്പ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് താഴെ തന്നെ ടോപ്പ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. വെച്ചാൽ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റിനെയാണല്ലോ ആദ്യം പോപ്പ് ചെയ്യുന്നത്. എല്ലാം പോപ്പ് ചെയ്ത് എലമെൻറ്റ്സിനൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് അവസാനം ബോട്ടം എന്നും കൊടുത്തു. സ്റ്റാക്കിൻ്റെ ടോപ്പ് എവിടെയാണ് ബോട്ടം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു. എൻ്റർ എലമെൻറ്റ് ടു പുഷ്, ഞാൻ 5 എന്ന് എൻ്റർ ചെയ്തു. മോർ ടു പുഷ് y, 6 മോർ ടു പുഷ് y, 1 y, 9 y. ഇപ്പോൾ ഞാൻ 4 എലമെൻറ്റ്സ് പുഷ് ചെയ്തു. ഇനി എനിക്ക് എലമെൻറ്റ്സ് ഒന്നും പുഷ് ചെയ്യേണ്ട. സോറി, ഞാനിവിടെ y കൊടുത്തപ്പോൾ ഞാൻ 5th എലമെൻറ്റും കൂടെ ഒന്ന് പുഷ് ചെയ്യാണ്. ഇനി എനിക്ക് എലമെൻറ്റ്സ് ഒന്നും വേണ്ടെങ്കിൽ ഞാനിവിടെ n എന്ന് കൊടുത്തു. n എന്നല്ല, എന്ത് കൊടുത്താലും സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ പുഷ് ചെയ്ത അത്ര എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്ത ഓർഡർ നോക്കുക. പുഷ് ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ. പുഷ് ചെയ്തപ്പോൾ 5 6 1 9 3 എന്നാണ് പുഷ് ചെയ്തത്. പോപ്പ് ചെയ്തപ്പോൾ 3 9 1 6 5 റിവേഴ്സ് ഓർഡറിലാണ് പോപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളത് സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ സ്റ്റാക്ക് ഇസ് ഫുൾ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇപ്പോൾ നമ്മൾ എഴുതിയ പ്രോഗ്രാമിനകത്ത് മാക്സ് 100 ആണ് കൊടുത്തത്. അപ്പോൾ 100 എലമെൻറ്റ്സിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റാക്ക് ഫുൾ എന്ന് വരുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ മാക്സിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മാക്സിന് 3 എന്ന് കൊടുക്കുകയാണ്. അതായത് 3 ആണ് ഇതിൻ്റെ സൈസ് എന്ന് കൊടുത്തത്. അപ്പോൾ 3 എലമെൻറ്റ്സ് എനിക്ക് ഇതിനകത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എൻ്റർ എലമെൻറ്റ് ടു പുഷ് 5, yes, 4, yes, 3, yes, 9. ഇപ്പം ഞാൻ 4 എലമെൻറ്റ്സ് പുഷ് ചെയ്യാൻ കൊടുത്തു. 4th എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്റ്റാക്ക് ഇസ് ഫുൾ എന്ന് പറഞ്ഞു. അതായത് 3 എലമെൻറ്റ്സിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ആ എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ചെയ്തു നേരെ റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാക്ക് ഇസ് എംപ്റ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടില്ല സ്റ്റാക്ക് പോപ്പ് ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യേണ്ടി വരാഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് 1 എലമെൻറ്റിനെ നമ്മൾ അതിനകത്തേക്ക് പുഷ് ചെയ്യും.
ഒരു എലമെൻറ്റിനെ പുഷ് ചെയ്തതിന് ശേഷമാണ് ഇനി എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു എലമെൻറ്റിനെ പുഷ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ സ്റ്റാക്ക് എം ടി എന്നുള്ളൊരു കേസ് ഇവിടെ വരണില്ല. അപ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പ് അറ്റ്ലീസ്റ്റ് 0 ആയിരിക്കും പുഷ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ 0 മുതൽ -1 വരെ പോണ ലൂപ്പ് ഇവിടെ എഴുതിയതുകൊണ്ട് ഇവിടെ എം ടി എന്ന് പറഞ്ഞൊരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് എഴുതാഞ്ഞത്. അതേസമയം നിങ്ങൾ പോപ്പ് എന്ന് പറഞ്ഞത് വേറൊരു ഫംഗ്ഷനായിട്ട് എഴുതുകയെന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷനാണ്. പോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റാക്ക് എം ടി ആണോ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഫങ്ഷൻസൊക്കെ വെച്ചുകൊണ്ട് ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.